കുന്നത്തുനാട് വെമ്പിളിയിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ തെരുവ് നായ്ക്കളെ പാർപ്പിച്ചതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം, ഒരു ജനകീയ പ്രതിഷേധം തന്നെ ഉയരുകയാണ്. കലക്ടർ അവിടേക്ക് എത്തിയിരുന്നു. കലക്ടറുടെ നിർദ്ദേശപ്രകാരം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി നായ്ക്കളെ പാർപ്പിച്ചിരുന്ന വീട്ടിൽ പരിശോധന നടത്തി. കുന്നത്തുനാട് വെമ്പിളിയിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ താമസിപ്പിച്ച വീട്ടിൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന നടത്തി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഈ വീട്ടിൽ ലൈസൻസോട് കൂടിയല്ല നായ്ക്കളെ പാർപ്പിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സംരക്ഷണ വകുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നായ്ക്കളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. നിലവിൽ അത്തരത്തിലുള്ള ഷെൽട്ടർ ഹോമുകൾ നിലവിലില്ല. സ്വകാര്യ ഷെൽട്ടർ ഹോമുകളാണ് ഉള്ളത്. പക്ഷേ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അത്തരം ഷെൽട്ടർ ഹോമുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റാമെന്ന്. പക്ഷേ അങ്ങനൊരു സംവിധാനം നിലവിലില്ലാത്തത് ഭരണകൂടത്തിന് കൂടി വെല്ലുവിളി ആയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ സന്ദർശനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുമെന്നാണ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വിസിറ്റ് ചെയ്തു. സാറിന് ഞാൻ ഇന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കും. ഇവർ ഉടനെ തന്നെ മൂവ് ചെയ്യാൻ റെഡിയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഒരു പകരം സ്ഥലം ആവുന്നവരെയാണ് അവർ ചോദിച്ചത്. എന്തായാലും നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. നിങ്ങൾ ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് പരിശോധന നടത്തി. നിങ്ങൾ തൃപ്തരാണോ? ഞങ്ങൾ തൃപ്തരല്ല ഈ കാര്യത്തിൽ. നമ്മുടെ ശല്യം ഒഴിവാക്കല്ല നമ്മൾ നോക്കണത്. ഇങ്ങനെയുള്ള സാധനം അതിൻ്റെതായ ഷെൽട്ടർ ഉണ്ടാക്കി ജനവാസം ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അത് ഏത് പ്രദേശമായിക്കോട്ടെ, ഇവരിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നല്ലേ. പശുവിനെ വളർത്തുകയാണെങ്കിലും പട്ടീനെ വളർത്തുകയാണെങ്കിലും എന്തിനെ വളർത്തുകയാണെങ്കിലും കോഴീനെ വളർത്തുകയാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവം പാടില്ല. ഇതിപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളിപ്പോൾ വന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ട്. ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതില്ലാതാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഞങ്ങൾക്ക് ഇത് ഭയങ്കര ശല്യമായിട്ടാണ് ഞങ്ങൾക്ക് വന്നേക്കണത്. വീട്ടിലിരിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് വന്നേക്കണത്. ഇവിടെ പട്ടി പാർപ്പിച്ചിരിക്കുന്നവരുമായിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നു? ഞാൻ സംസാരിച്ചപ്പോൾ ഈ ലേഡീസാണ്, അവർ ധിക്കാരപരമായിട്ടാണ് അവർ പെരുമാറുന്നത്. എന്നാൽ വെച്ചാൽ ഈ ചോദിക്കാൻ ചെല്ലണത് പുരുഷന്മാരാണല്ലോ. അവർക്കെതിരെ കേസെടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ അവർ പറഞ്ഞത് 40 പട്ടിയുള്ളൂ എന്നാണ്. ആ ജനൽ തുറന്നിട്ട് ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ആ ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് പട്ടികളെല്ലാം അക്രമാസക്തരാ. ഏത് നിമിഷം വേണമെങ്കിലും ഏതിൽ വേണമെങ്കിലും അത് പുറത്തിയാടാം. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ നമുക്ക് ജീവിക്കണ്ടേ സാറേ. അത് കൂടാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു ക്രിമിനൽ ഉണ്ട്. അവൻ പറയാണ് പട്ടീനെയൊക്കെ അങ്ങ് അഴിച്ചുവിട്, ആളുകളെ അവരുടെ വഴി നോക്കി പൊക്കോളൂന്ന്. അത്രയും ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ പ്രകോപിതരായിട്ടുണ്ടെങ്കിൽ ആർക്കും തടയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകും. തെരുവ് നായ്ക്കളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നവർ ഈ നാട്ടുകാരൊന്നുമല്ല. പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയവരാണ്. 2 സ്ത്രീകളാണ് ഇവിടെ നായ്ക്കളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത്. അവർ മറ്റ് സ്ഥലങ്ങളിലുള്ളവരാണ്. എന്തായാലും ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നാട്ടുകാർക്ക് അക്രമാസക്തരായിരിക്കുകയാണ്. എന്തായാലും ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ട് കളക്ടർ തന്നെ ബന്ധപ്പെട്ടവരോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ തന്നെ ഇക്കാര്യത്തിലൊരു പരിഹാര മാർഗം കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമുക്ക് മൃഗസംരക്ഷണമൊക്കെ മനസ്സിലാകും അല്ലെ, മൃഗസ്നേഹവും മനസ്സിലാകും. പക്ഷെ 62 ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അത്രയധികം വീടുകൾ അടുത്തടുത്തുണ്ട്. അപ്പം ഒരു വീട്ടിലിരുന്ന 62 നായകളാണ്. ഇതിന്റെ കൊര കാരണം ഉറങ്ങാൻ കഴിയില്ലെന്ന് പറയുന്നു. മുമ്പിലൂടെയൊക്കെ സ്കൂൾ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് ഭയമാണ്. ഇതിന് ദുർഗന്ധമാണ്. അരുൺ ശങ്കർ അവിടെ രാവിലെ പോയപ്പം അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, അത്രയും ദുർഗന്ധമാണെന്ന് പറയും. 62 നായകളെ കുളിപ്പിക്കാൻ ഭയങ്കര പ്രയാസകര കാര്യമായിരിക്കും. ജനങ്ങൾ ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ അവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നാണ് പറയുന്നത്. വിഷയത്തിൽ കളക്ടറൊക്കെ ഇടപെട്ടിട്ടുണ്ട്.